നമ്മൾ വീണ്ടും ദോഹയിലേക്കാണ്. മുഹമ്മദ് അബ്ബാസ് തുടരുന്നുണ്ട്. അബ്ബാസ്, വളരെ പ്രധാനപ്പെട്ട ചില കായിക ഇവന്റുകൾ നടക്കാനുള്ള മാസം കൂടിയാണ് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് മാർച്ച് 27-നാണ് ഫൈനലിസിമ എന്ന് വെച്ചാൽ അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ലോക ഫുട്ബോൾ ആരാധകർ മുഴുവൻ വലിയ ആവേശത്തോടെയും ആകാംക്ഷയോടെയും ഉറ്റുനോക്കുന്ന ഒരു ഫുട്ബോൾ മത്സരം കൂടിയാണ്. അപ്പോൾ അത്തരം മത്സരങ്ങളെല്ലാം മാറ്റിവെച്ചു എന്നൊരു വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു പല പോർട്ടലുകളിലായി. അതിലെത്ര കണ്ട് സ്ഥിരീകരിക്കാവുന്ന വാർത്തകളാണ്. ഇത് സംബന്ധിച്ചെന്തെങ്കിലും ഔദ്യോഗിക വിവരങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് നൽകുന്നുണ്ടോ? സൈഫുദ്ദീൻ, ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കായിക ഇവന്റുകൾ അഥവാ ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന കായിക മത്സരങ്ങൾ, ടൂർണമെന്റുകൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ താൽക്കാലികമായി അടുത്തൊരു ഫർദർ നോട്ടീസ് വരെ നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട സംഗതി, ഇത് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന മത്സരങ്ങളാണ്. ഇവിടുത്തെ ടൂർണമെന്റ്, ലീഗ് ഇതൊക്കെ പറയുന്ന മാച്ചസുകളാണ് താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിട്ടുള്ളത്. എന്നാൽ സൈഫുവിന് അറിയാമല്ലോ, സൈഫു നേരത്തെ ലോകകപ്പ് റിപ്പോർട്ട് ചെയ്തതാണ്, ഫിഫ അടക്കമുള്ള അന്താരാഷ്ട്ര ഇവന്റുകൾ ഒക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന് പറയുന്ന സുപ്രീം കമ്മിറ്റിയാണ്. ദ സുപ്രീം കമ്മിറ്റി ഓഫ് ഡെലിവറി ആൻഡ് ലെഗസി എന്ന് പറയും. സൈഫുവിന് അതറിയാമല്ലോ. ഏതായാലും ഈ ഒരു കമ്മിറ്റിയാണ് ഫൈനലിസിമ അടക്കമുള്ള മത്സരങ്ങൾ നടക്കുന്ന ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഈ ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവൽ ഈ ഫൈനലിസിമയോട് കൂടെ തന്നെ ഈജിപ്തും അതുപോലെ സ്പെയിനും അർജന്റീനയ്ക്ക് പുറമെ ഈജിപ്ത്, ഖത്തർ, സെർബിയ അടക്കമുള്ള ടീമുകൾ പങ്കെടുക്കുന്ന, സൗദി അടക്കമുള്ള ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഇത് നടത്തുന്നത് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ അല്ല, അതിനിതുമായി ബന്ധമില്ല. അത് നടത്തുന്നത് ഇവിടുത്തെ സുപ്രീം കമ്മിറ്റിയാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. കാരണം ഇത് ഈ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇത് എന്താവും എന്നുള്ള കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ റദ്ദാക്കി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ചില പോർട്ടലുകൾ വാർത്ത കൊടുത്തിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലുള്ള വ്യക്തത വരുത്താനുള്ള കാര്യം ഇതാണ്, ഖത്തർ ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ടൂർണമെന്റുകൾ, ലീഗുകൾ, മാച്ചുകൾ ഇവയാണ് റദ്ദാക്കിയിട്ടുള്ളത്. അത് ഒരു ഫർദർ നോട്ടീസ് വരെ ഉണ്ടായിരിക്കുന്നില്ല എന്നാണ് ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സുപ്രീം കമ്മിറ്റി ഓഫ് ലെഗസി ആൻഡ് ഡെലിവറി ആൻഡ് ലെഗസി ഇതുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ല. അതിനർത്ഥം ഈ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഉണ്ട്, അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നതാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ അത് റദ്ദാക്കിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതാണ് കായിക മത്സരങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാനുള്ള അപ്ഡേറ്റ്. ഈ സുപ്രീം കമ്മിറ്റിയാണ് കഴിഞ്ഞുപോയ ഫിഫ അറബ് കപ്പും അതുപോലെ ഫിഫ അണ്ടർ-17 വേൾഡ് കപ്പിനോ ഇത്തരമുള്ള വലിയ ടൂർണമെന്റുകൾക്ക് മേൽനോട്ടം വഹിച്ചത് ഇവിടുത്തെ ലോക്കൽ ഓർഗനൈസിംഗ് കമ്മിറ്റിയാണ്. അതുകൊണ്ട് ഇത് രണ്ടും വെവ്വേറെയാണ് എന്നുകൂടി പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചെറിയ കാര്യം കൂടി ഇക്കാര്യത്തിൽ ഉണർത്തേണ്ടതുണ്ട് എന്ന് സൈഫു തോന്നുന്നു. കാരണം ഒരുപാട് പ്രവാസികൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ പ്രവാസികളുടെ ബന്ധുക്കളൊക്കെ ഇവിടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്ക് കുറച്ച് മുമ്പ് ചില ആളുകൾ വിളിച്ചിരുന്നു, അവരുടെ മക്കൾ അഥവാ CBSE പബ്ലിക് എക്സാമിൽ പരീക്ഷ എഴുതേണ്ട ആളുകളുടെ കുറച്ച് കുട്ടികൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ മാർച്ച് 6-ാം തീയതി 5-ാം തീയതിയൊക്കെ SLCയും അതുപോലെ CBSE +2 പരീക്ഷകളൊക്കെ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു. അവർക്ക് എഴുതാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട്. അതുകൂടി അവിടുത്തെ അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്താനാകുമെങ്കിൽ നന്നാകുമായിരിക്കും എന്നൊരു നിർദ്ദേശം കൂടി സൈഫു പറയാനുണ്ട്. ഇക്കാര്യത്തിൽ ഇത് പ്രവാസികൾ അനുഭവിക്കുന്ന, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന, ഇന്ത്യക്കാരായിട്ടുള്ള അനുഭവിക്കുന്ന ഒരു പ്രയാസമാണ്. ആ പ്രയാസം അഡ്രസ്സ് ചെയ്യേണ്ടത് നമ്മുടെ കൂടി ഒരു ഉത്തരവാദിത്തമാണല്ലോ സൈഫുദ്ദീൻ. തീർച്ചയായും. ഖത്തർ മറ്റൊരു കാര്യം കൂടി ഉണ്ട് അബ്ബാസ്. സാധാരണഗതിയിൽ പശ്ചിമേഷ്യയിൽ എന്ത് സംഘർഷമുണ്ടായാലും അശാന്തി ഉണ്ടായാലും ഒക്കെ അതിൻ്റെ മുൻനിരയിലിരുന്ന് അത് പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യമായിരുന്നു ഖത്തർ. ഇപ്പോൾ പുതിയൊരു സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഒരു പക്ഷേ അതിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായ ഒരു രാജ്യം കൂടിയായി മാറുന്നു ഖത്തർ. പക്ഷെ എപ്പോഴും ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ കാലുഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ സംഘർഷത്തിൻ്റെ അവസ്ഥ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ വേഗത്തിലൊരു സമാധാനത്തിൻ്റെ തലത്തിലേക്ക് പോകാനോ ഖത്തറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം നീക്കങ്ങൾ ഇപ്പോഴുണ്ടാകുന്നുണ്ട്? അത് സംബന്ധിച്ച് എന്തെല്ലാം വിവരങ്ങൾ അബ്ബാസിന് അവിടെ ലഭിക്കുന്നുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും അതുപോലെ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനിയും നടത്തുന്ന അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങളെ കുറിച്ചിട്ടാണ്.
കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു നമുക്ക് പുറമേക്ക് ഒരു കാണാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റുകൾ നമുക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ തരാനില്ല. എങ്കിൽ പോലും ഖത്തർ അന്താരാഷ്ട്ര മീഡിയേഷന് നിർവഹിക്കുന്ന ആ ഒരു ദൗത്യം നിർവഹിക്കുന്ന രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫോറിൻ മിനിസ്ട്രിയുടെ ഒക്കെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലുകളിൽ അതുപോലെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലുകളിലൊക്കെ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ നിരന്തരമായ കൂടിയാലോചനകൾ കൺസൾട്ടേഷനുകൾ ഒക്കെ ലോകരാഷ്ട്രങ്ങളിലെ തലവന്മാരുമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഖത്തർ എന്നുള്ളതാണ്. കാരണം ഖത്തറിനെ കുറിച്ച് നമുക്കറിയാം, നേരത്തെ സൈഫുദ്ദീൻ പറഞ്ഞ പോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലെ സംഘർഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന ഒരു കുഞ്ഞു രാഷ്ട്രം. ഈ രാജ്യത്തിന്റെ ഒരു പവർ എന്ന് പറയുന്നത് തന്നെ, ഒരു സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഡിപ്ലോമസിയാണ്, ഡിപ്ലോമാറ്റിക് പവറാണ്. ഈ മീഡിയേഷന്റെ ഒരു പവറാണ് ഹമാസിന്റെയും ഇസ്രായേലിന്റെയും സംഘർഷത്തിൽ നമ്മൾ കണ്ടത്, ആഫ്രിക്കയിലെ നിരവധി പ്രശ്നങ്ങളിൽ കണ്ടത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലോകം അത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഡിപ്ലോമസി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വിദേശ നയത്തിൽ എഴുതിയ ഒരു സാധനമാണ്. അതാണ് ഇവരുടെ സോഫ്റ്റ് പവർ. ആ ഒരു പവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ട്വിറ്റർ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കുന്നത്. കാരണം